എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. ബഗീര സിനിമയുടെ ഒഫീഷ്യൽ ടീസർ എത്തിയിട്ടുണ്ട്. മച്ചാനെ, നമ്മുടെ ബഗീരേ മനസ്സിലായി, മൗഗ്ലിയുടെ ബഗീര, മൗഗ്ലിയുടെ ജംഗിൾ ബുക്കിലെ ബഗീര. സംഭവം കറുത്ത പുലിയല്ലേ, കരിമ്പുലി. അപ്പോൾ ഞാനിത് ശരിയാവില്ലല്ലേ, സെറ്റായില്ലല്ലേ? ഇത് കാര്യം ചെയ്യാ, കറുത്ത ഷർട്ട് ഫുൾ ബ്ലാക്ക് അല്ലേ, അതെടുത്തിട്ടോ. എന്നാലും ഒന്ന് സെറ്റാൻ വേണ്ടി എടുത്തിട്ടതാ. ബഗീരക്ക് ഇത് വെള്ളം കറുപ്പും. എന്തായാലും ഉള്ളിൽ പുലിയായതുകൊണ്ട് കുഴപ്പമില്ല. ശരിയാണ്, തൊലിയിലല്ലേ, അതൊരു സത്യം. ഉള്ളില് പുലിയാണ്, പക്ഷെ അത് മാത്രം ആണല്ലേ പറ്റിക്കുന്നല്ലേ. ചില പുലികൾ അങ്ങനെയാ, പുലിയാന്നൊക്കെ പറഞ്ഞ് നടക്കും, പക്ഷെ പൂച്ചേനെ പോലെ ആയിരിക്കും സ്വഭാവം. അതാണ് വലിയ പാവമൊന്നല്ല, വലിയ പാവമൊന്നല്ല. ഈ കട്ട് തിന്നുക, ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ കട്ട് തിന്നുന്ന കാര്യത്തിലാണല്ലോ ഈ പൂച്ചേനെ നമ്മൾ അറിയുള്ളൂ. അതൊക്കെയാണുള്ളൂ, അല്ലാണ്ട് വേറൊന്നുമില്ല. ഓക്കെ, എന്തായാലും നമുക്ക് ഒഫീഷ്യൽ ടീസർ കാണാം. ബഗീര എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബഗീര പുലിയാണോ, കരിമ്പുലി ആകുന്നുണ്ടോ നോക്കണല്ലോ. അതെ, ഹോംബാലെ ഫിലിംസ് നിർമ്മിക്കുന്ന സിനിമയുടെ സ്ക്രീൻ പ്ലേ, ഡയറക്ഷൻ DR സുരി. പിന്നെ ഡോക്ടർ സൂരി എന്നൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു ഒരു തവണ. DR പിന്നെ ആരെയും നമ്മൾ വായിച്ചു പോകും. DR സൂരി നമ്മൾ ഡോക്ടറാണല്ലോ നമുക്ക്. പിന്നെ നമ്മുടെ ഇതിന്റെ സ്ക്രിപ്റ്റ് സ്റ്റോറി പ്രശാന്ത് നീല്, സലാറിന്റെ സംവിധായകൻ. അതിൻ്റെ ഇതിന്റെ ഏറ്റവും വലിയ ത്രില്ലേ. പിന്നെ അല്ലാണ്ട് നമുക്ക് കാണാം. യെസ്, തീയാണല്ലോ തുടക്കം. ജസ്റ്റിസ്. ബഗീര സൗണ്ട് കേട്ടാ, കരിമ്പുലിന് കേട്ടോ. KGF കാണാൻ അത് പൊളി. ചെറിയൊരു സൂപ്പർ ഹീറോ ആണോ? ശ്രീമുരളി നമുക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ എവിടുന്നായി കയറിയിരുന്നത്? ഒന്നുകൂടി കാണാം. പിന്നെന്താ, തീർച്ചയായിട്ടും ചെറിയൊരു സൂപ്പർ ഹീറോ ടച്ച് തോന്നുന്നുണ്ട് കേട്ടോ. സൂപ്പർ ഹീറോ ആണോ? ഡൗട്ട് ഉണ്ട്, കാരണം ചാട്ടത്തിലാണെങ്കിലും ആ ഒരു വിളിക്ക് ശേഷമുള്ള സംഭവങ്ങളൊക്കെ. മേക്കിംഗ് ആണോ. KGF ഓർമ്മ വരുന്നു അല്ലേ? ബ്ലഡി കോപ്പ്. അതൊരു ഒന്നൊന്നര രസമായിരുന്നു. ഒരു തുണിയൊക്കെ പറക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടോ അവിടെ നിന്ന് BGM വരുന്നത്? സൂപ്പർ ഹീറോ ആണോ? അല്ല, ആണേ. എന്റെ മോനെ, ഇത് എന്ത് രസാ. സൂപ്പർ ഹീറോ അല്ല, ഉറപ്പിച്ചോ? സൂപ്പർ ഹീറോ ആയിരിക്കും, എനിക്ക് തോന്നുന്നില്ല. ഈ ഷോട്ടല്ല, അതിന്റെ മുന്നേ ഒരു സാധനം കണ്ടുപോകുന്നുണ്ട്.
ആണോ? അതാളുടെ ഒരു അതായത് കരിമ്പുലി അല്ലേ, കറുത്ത് കളറില് നമ്മള് ഈ ഏതായിരുന്നു മറ്റേ മിന്നൽ മുരളി അല്ലടാ, എന്തിനെ കുറിച്ചാ പറയുന്നത്? സിനിമ ഏതാണ്? മറ്റേ ഇവന്റെ ശിവകാർത്തികേയന്റെ ഏതായിരുന്നു നമ്മള് മാവീരൻ. ആ ഒരു സാധനത്തിൽ കണ്ടിട്ടില്ലായിരുന്നു ഒരു മറ്റേ എന്താ പറയാ ഇവരുടെ ഒരു ഈ സൂപ്പർ ഹീറോസിന്റെ ഒരു മറ്റേ ബാക്കിലുണ്ടാവുമല്ലോ ഒരു എന്താ അതിന് പറയാ ഷോള് പോലത്തെ ഒരു സാധനം. ആ ഒരു സാധനം നമ്മൾ അന്ന് കണ്ടപ്പോ തന്നെ ഞാൻ പറഞ്ഞില്ല ആ സാധനത്തിൽ കുറച്ച് സൂപ്പർ ഹീറോ സാധനം വരുന്നുണ്ടെന്ന് പറഞ്ഞില്ല. അതെ, അതുപോലെ തന്നെ ഇതിനകത്തും ഉണ്ട് ഒരു സാധനം, ഒരു ബ്ലാക്കിൽ ഒരു തുണി പറക്കുന്നുണ്ട്. പിന്നെ അവൻ ചാടുന്ന സമയത്തും അത് തുണി പറക്കുന്ന അതൊക്കെ എന്താണെന്നറിയോ, ആ ഫ്രെയിമിന്റെ മാസീവ് രീതിയിൽ അത് ആ ഒരു സാധനമാണെന്ന് നമ്മുടെ മുന്നിലോട്ട് തരുന്ന സാധനം തന്നെ ആയിരിക്കും അത്. നോക്കിക്കോ, അല്ലെങ്കിൽ ബെറ്റ് വെക്കുന്നോ സംഭവം. എനിക്ക് തോന്നിയെന്നറിയോ, ഇപ്പോ ഒരു പെൺകുട്ടിയുടെ മരണം, അതിന്റെ സംബന്ധമായി ജസ്റ്റിസിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ബഗീര, അതായത് കരിമ്പുലി, അതാണ് നമ്മുടെ നായകൻ ചെയ്യുന്ന കഥാപാത്രം. ആള് കുറച്ചും കൂടി സ്പീഡും പവറൊക്കെ കുറച്ച് കൂടുതലാണ്. ബഗീര ചെയ്ത അതായത് ഈ കന്നഡ ഫിലിം ഇൻഡസ്ട്രിയുടെ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുമോ, നമ്മളൊക്കെ മലയാളത്തിലൊക്കെ സാധാരണ പറയുന്ന ചില ചെറിയ കഥകളുണ്ടല്ലോ, അത് വേറെ ലെവലിൽ അങ്ങോട്ട് അവതരിപ്പിക്കുവാൻ. അത് ആക്ഷൻ രംഗങ്ങളായാലും എന്താ അതിൻ്റെ സിനിമാറ്റോഗ്രാഫിയും കാര്യങ്ങളും എല്ലാം ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. ആ ലെവലിലുള്ളൊരു വലുപ്പം എന്ന് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. സൂപ്പർ ഹീറോ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. എനിക്ക് നന്നായിട്ട് അതിന്റെ എഫക്റ്റ് വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വലിയ സൂപ്പർ ഹീറോ ആണെന്ന് പറഞ്ഞ് കാണിച്ചാലും, അല്ല സൂപ്പർ ഹീറോ അല്ല, എത്ര വലിയ ലെവലിൽ കാണിച്ചാലും ഒരു ലിമിറ്റ് ഉണ്ട്. ഇത് അതിന്റെ അപ്പുറത്തുള്ള സാധനങ്ങൾ 2-3, അതായത് കണ്ടെയ്നർ മറിഞ്ഞു വീഴുന്ന 1-2 സംഭവങ്ങൾ കാണിക്കുന്നുണ്ട് അതിനകത്ത്. അത് തന്നെ പറഞ്ഞ് കാണിക്കുന്നത്. അപ്പൊ ഒന്നാകെ ഇപ്പൊ അവർക്ക് കാണിച്ചു തരാൻ പറ്റില്ലല്ലോ. അത് തന്നെ അല്ലയാ, നിന്റെ ഉള്ളിലുള്ള അതേ സംശയമാണ് എന്റെ ഉള്ളിലുള്ളത്. ഓക്കെ, അത് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ ഹീറോ ആണെന്നുള്ള രീതിയിലുള്ളതാണ് ഞാൻ പറയുന്നത്. അതായത് അങ്ങനത്തെ സംഭവങ്ങള്. പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു ഷോളിന്റെ ഒരു ഇത്, പിന്നെ ആ ഒരു ചാടുന്ന സമയത്ത്, ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടുന്ന സമയത്ത് ഷോളൊക്കെ പുറകിലേക്ക് പറന്നു പോയിട്ടാണ് ചാടുന്നത്. പിന്നെ ഇപ്പൊ നമ്മുടെ ജവാൻ സിനിമ അതിലില്ലേ ആ കമ്പ് കൊണ്ട് എറിയുന്നൊരു ഷോട്ടില്ലേ, മുകളിലേക്ക് ഉയർന്നു പൊന്തി മനസ്സിലായി. ആ ഒരു ഫ്രെയിമിന്റെ ഭംഗിക്ക് വേണ്ടി നമ്മൾ പല പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യും. അങ്ങനെയുള്ള സാധനമല്ലത്. എന്തായാലും സിനിമ ഒന്നല്ല, ഇപ്പൊ 3 പറഞ്ഞു. കണ്ടെയ്നർ സാധാരണ പോലെ, അതായത് കണ്ടെയ്നർ ആ ക്യാരക്ടർ കണ്ടെയ്നർ തെറിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ആ രീതിയിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് സൂപ്പർ ഹീറോ ആണെന്ന് തോന്നും. ഒന്ന്. പിന്നെ അടുത്തത് എന്താ, ഷാള് പാറുന്നത് നമുക്ക് ഒരിക്കലും സൂപ്പർ ഹീറോന്റെ അത് എന്താണ്, നമുക്കൊരു ഇതല്ലല്ലോ, അതൊരു ഫ്ലാഗ് അല്ലല്ലോ. സൂപ്പർ ഹീറോക്ക് അങ്ങനെ ഇത് പാറി കഴിഞ്ഞാൽ സൂപ്പർ ഹീറോ ആണ് എന്ന് പറയുന്ന ഒരു സാധനമല്ലല്ലോ. അത് അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഏത് സൂപ്പർ ഹീറോ മൂവീസ് എടുത്ത് നോക്കിക്കോ, അതിനകത്തൊക്കെ ഉണ്ടാവും അവരുടെ സിമ്പിൾ പോലെ അവരുടെ ഷാളിന്റെ ഒരു സാധനങ്ങൾ അവർ കാണിച്ചു പോകും. സൂപ്പർ ഹീറോ അല്ലാത്തതിലും ഷാള് പാറലുണ്ടല്ലോ അതിനകത്ത്. ഏത് സിനിമയിലെ ഫൈറ്റിൽ ഒരു പിന്നെ അതായത് എന്താ മുന്നില് എന്താ തീ പാറുന്ന പോലെ തന്നെ ഷാളും, അതായത് നമ്മുടെ ഇപ്പൊ എന്തിന് നമ്മുടെ ഓം ശാന്തി ഓം സിനിമ അല്ലേ, അതിലുണ്ടല്ലോ എന്താണ് ആളിങ്ങനെ കത്തിയിട്ട് മരിച്ചു പോകുന്ന സീനില്ലേ, അതിലുണ്ട് അതുപോലത്തെ സീന്. എന്നിട്ട് ഷാളൊക്കെ പാറിയിട്ട് ആ ഒരു മാസിക രസം, ആ ഒരു വിഷ്വൽ ബ്യൂട്ടി. അതല്ലെന്നല്ല ഞാൻ പറയുന്നത്. അല്ലാണ്ട് ഇപ്പൊ ഒരു ഷോളിന്റെ അല്ല അങ്ങനെയല്ല, ഒരു ഷോളിന്റെ ഒരു സാധനം കാണിക്കുന്നത് കൊണ്ട് മാത്രമെന്നല്ല ഞാൻ പറയുന്നത്. അല്ലാണ്ടുള്ള സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്. ആ ബിൽഡിങ്ങുകളുടെ ഏറ്റവും മുകളിൽ ഏറ്റവും ലാസ്റ്റത്തെ ഷോട്ട് അത് കണ്ടപ്പോ നീ ചോദിച്ചില്ല അതാണോ. ഇനി അതുപോലെ തന്നെ വേറെ കാര്യം കൂടി പറഞ്ഞുതരാം. അതായത് ആ മാസ്ക് ധരിക്കുന്നത് അത് നമുക്ക് ഒരിക്കലും അതുകൊണ്ടാണെന്ന് മാത്രം പറയാൻ പറ്റില്ല. കാരണം ഒരാളുടെ മുഖം പുറത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യും. ആള് കോപ്പാണ്, പക്ഷെ ആള് എന്താ ആളുടെ നിയമത്തിന്റെ എതിരായിട്ട് വേറെ രീതിയിൽ ആള് ഇതിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ആളുടെ മുഖം കാണിക്കാതിരിക്കാൻ ചെയ്യുന്നതാണത്, അങ്ങനെ ഹൈഡ് ചെയ്യുന്നതാണ് ആളുടെ മുഖം എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും ആളുടെ ഒരു വിളിപ്പേരായിരിക്കും. ഇപ്പോൾ നമ്മുടെ വിജയ് ചെയ്തൊരു സിനിമ ഉണ്ടല്ലോ, സൂപ്പർ ഹീറോ പോലെ ചെയ്തിട്ടൊരു വേലായുധം, അതിലുണ്ടല്ലോ ആളുടെ നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാസ്ക് യൂസ് ചെയ്യില്ല, അതുപോലെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സംഭവം എന്തായാലും വരട്ടെ, നമുക്ക് നോക്കാം. ആര് പറയുന്നിടത്താണ് എന്താ ഒരു ഇത് കൂടുതലുള്ളത് നോക്കാലോ, അതാണല്ലോ വേണ്ടത്. എന്തായാലും നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം. കാന്താര
കിട്ടില്ല സംഭവം കേട്ടോ. KGF അങ്ങനെ 3 സിനിമകളുടെയും പിന്നെ ധൂമുണ്ട്, അത് അവര് അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് എന്തിനാ ഉൾപ്പെടുത്തുന്നത്? അത് ഉൾപ്പെടുത്തിയിട്ട് അതിന്റെ വാല്യൂ കുറഞ്ഞു പോകില്ല. അതായത് നല്ലൊരു കേക്ക് ഉണ്ടാക്കിട്ടെ അതിന് മുകളിൽ അതേ അവസ്ഥയായിരിക്കും. ഒരു പല്ലി ആ ഒരു സാധനം ഉണ്ടല്ലോ, അതായ പോലെ ആവും. അതെ, അത്രയും വലിയ സിനിമകളുടെ കൂടെ അല്ലെങ്കിൽ ഒരു പറഞ്ഞിട്ട് കാര്യമില്ല, അതിനെ കുറിച്ച് പറയാൻ പാടില്ല. ഡിസാസ്റ്റർ മൂവി. അതെ, എന്തിനത് ചേർക്കണം അവർ അതിന്റെ കൂടെ. എന്താണെങ്കിൽ ഇത് കാണുമ്പോ തന്നെ നമുക്കൊരു മനസ്സിന് ആഹാ എന്ന് തോന്നും. മറ്റതും കൂടെ ഉണ്ടെങ്കിൽ ഓഹോ എന്നായി പോവും. എന്താണെങ്കിലും സംഭവം ഗംഭീര ടീസറാണ് കേട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്താണെന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ അറിയാം. ഞാൻ ഒരു വട്ടം പറഞ്ഞാണ്, അതായത് ഈ ചെറിയ കണ്ടന്റ് ആണെങ്കിൽ പോലും ഇപ്പൊ സലാറാണെങ്കിലും സൗഹൃദവും തമ്മിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടു തന്നെയായിരിക്കും. പക്ഷെ അത് ഒരുക്കി വെക്കുന്ന രീതിയിൽ, അതായത് കന്നഡ ഇൻഡസ്ട്രി വേറെ ലെവലാ. കന്നഡ തെലുങ്കൊക്കെ അങ്ങനെ തന്നെ. തെലുങ്ക് കുറച്ച് കൂടുതലായിട്ട്. സലാറ് തെലുങ്ക് മൂവിയാണ്. അതെ, പക്ഷെ പ്രശാന്തിയില് അങ്ങ് അതെ ഇതിൽ നിന്ന് വരുന്നതാണല്ലോ. അതെ പറഞ്ഞ അവർക്കെല്ലാം കുറച്ച് കൂടുതലാണ്. ഇപ്പം ഏതൊരു സിനിമയാണെങ്കിൽ നമുക്ക് അറിയാലോ, എല്ലാം കുറച്ച് കൂടുതലായിരിക്കും കൊടുക്കുക. ഇപ്പൊ ഈ രീതിയിൽ വരുമ്പോ ഞാൻ നിന്റെ കൂടെ ചെയ്യുന്നു. എന്താടാ, എല്ലാ സിനിമകളും അതായത് സിനിമാറ്റിക് രീതിയിൽ വരുമ്പോൾ എല്ലാ നടന്മാരും സൂപ്പർ ഹീറോസ് ആണ്. പിന്നെ തീർച്ചയായിട്ടും, കാരണം സാധാരണ മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇതൊന്നും. അതാണ്, അത് വേറൊരു പ്രത്യേകതയാണ്. ഒരു അടി കൊണ്ടാൽ നമ്മൾ അവിടെ വീഴും, പിന്നെ എണീക്കൂല. റിയൽ ലൈഫ് അതാ. ശരിക്കും അത് കിട്ടി നോക്കണം, അപ്പൊ അറിയാം വിവരം. സിനിമകളിലേക്ക് വരുമ്പോ അത് വേറെ. പക്ഷെ എന്നിരുന്നാലും അല്ലാത്ത വ്യക്തിയ സൂപ്പർ ഹീറോ തന്നെയാണ്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ഓക്കെ, ബൈ.